ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവനെ സുജാത ചോദ്യം ചെയ്യുന്നു, എന്നാൽ വളരെ പതിയെ മാത്രമാണ് സംസാരിക്കുന്നത്. സദാനന്ദൻ കേൾക്കാതിരിക്കാൻ വേണ്ടി മാത്രം. സുജാത ചോദിച്ച ഓരോ ചോദ്യത്തിനും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ജീവൻ. ഒന്നും മറുപടി പറയാതെ ഇരിക്കുന്നു. നീ എന്താ അവളെ കൊല്ലാൻ നോക്കുവാണോ? ഇന്നലെ നീ കൊടുത്ത ഭക്ഷണത്തിൽ എന്താടാ ചേർത്തത്? ഫംഗ്ഷന്റെ അന്ന് അവളുടെ മുഖം പൊള്ളിക്കാൻ നീ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ജീവൻ പറയുന്നു, അമ്മ അവൾ പറയുന്നത് ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ട്. അത്രയും പറയുമ്പോൾ ജീവന്റെ കരണത്തടിച്ചിരിക്കുകയാണ് സുജാത. എന്നിട്ട് ഷർട്ടിനെ കുത്തിപ്പിടിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനി നീ എന്റെ മുന്നിൽ നിഷ്കളങ്കനാകാൻ ശ്രമിക്കേണ്ട. നീ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. നിനക്ക് എന്താ എന്റെ മകളോട് ഇത്രയ്ക്ക് പക? എടാ പറയാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിത്യമോളെ എന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് വിളിക്കുകയാണ് സദാനന്ദൻ. അതുകൊണ്ട് സുജാത ആ പിടിവിടുകയും ജീവന്റെ ഒരു അഹങ്കാരത്തോടെ ചിരിയുമുള്ള ആ ചിരി സുജാതയെ നോക്കി ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ സുജാതയ്ക്ക് ദേഷ്യം വരുന്നു. എന്നിട്ട് സദാനന്ദൻ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് സദാനന്ദനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി സുജാത ജീവനോട് സ്നേഹമുള്ള അമ്മയായിട്ട് പെരുമാറുന്നുണ്ട്. ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞിട്ടില്ലേടാ ഈ ടീഷർട്ട് നേരെ ഇടണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഷർട്ട് നേരെ ഇട്ട് കൊടുക്കുന്നു. ചെന്ന് റെഡിയാവ് ചെല്ലടാ എന്നൊക്കെ പറഞ്ഞ് സുജാത ജീവനെ പറഞ്ഞു വിട്ടു. സദാനന്ദൻ ഇവിടെ ഉള്ളത് കൊണ്ട് ജീവനോടൊന്നും പറയാനും സാധിക്കുന്നില്ല. ഇത് കണ്ട് സദാനന്ദൻ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. ജീവൻ അപ്പുറത്തേക്ക് പോയതിനു ശേഷം സുജാത സദാനന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സദാനന്ദേട്ടാ? അല്ല, പേസ്റ്റ് മുറിയിൽ വെച്ചിരിക്കുന്നു എന്ന് മോള് പറഞ്ഞു. ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ എടുത്തു തരാമെന്ന് സുജാത പറയുന്നു. അങ്ങനെ ഇപ്പോൾ സുജാത മുകളിലേക്ക് പോകുന്നു. വീണ്ടും അഹങ്കാരത്തോടെ അവിടെ ഇരിക്കുകയാണ് ജീവൻ. ശേഷം കാണിക്കുന്നത് വീണയും സംയുക്തയും തമ്മിൽ സംസാരിക്കുന്നു. സംയുക്തോട് വീണ പറയുന്നു, മേഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഫോൺ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. എന്താ വീണ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് സംയുക്ത ചോദിക്കുന്നു. വീണ പറയുന്നു, പ്രോബ്ലം ഉണ്ട്. അയാൾ എന്നെ തോൽപ്പിച്ചില്ലേ? എനിക്ക് ബെനിച്ചിനെയും ആലീസിനെയുമാണ് മനസ്സിലാകാത്തത്. അവർക്ക് കുഞ്ഞിനെയും കൊണ്ട് അവരുടെ വഴിക്ക് പോകാമായിരുന്നില്ലേ? കണ്ണുനീര് കണ്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അയാളും അച്ഛനും മനുഷ്യത്വത്തിന്റെ കണക്ക് പറഞ്ഞ് കൊല്ലുവാണ്. ഒരു പരിധിവരെ അത് ഹരിയുടെ വിജയമാണെന്ന് സമ്മതിക്കാതിരിക്കാനും വയ്യ. കരഞ്ഞായാലും കാല് പിടിച്ചായാലും അയാളത് നേടിയില്ലേ എന്നെ സംയുക്ത. ഭാരം മുഴുവനും എനിക്ക് ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ ഞാൻ പാല് കൊടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെൻ്റെ കരിയർ നോക്കണ്ടേ? മോഡൽ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കെൻ്റെ ശരീര സൗന്ദര്യം സംരക്ഷിച്ചല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കാൻ സാധിക്കുമെന്ന് വീണ. നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നീ എന്താണ് പറയുന്നത് എന്നൊക്കെ സംയുക്ത വീണ്ടും വീണയോട് ചോദിക്കുന്നു. ആ കുഞ്ഞ് ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. എനിക്കതൊരു ശല്യമാണ്. അയാളുടെ കൂടെ കുഞ്ഞുണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും? അയാൾ എനിക്ക് ഡിവോഴ്സ് തരുമോ? ഇല്ല, അയാൾ കാത്തിരിക്കും. എന്നെങ്കിലും ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞ് പട്ടാപ്പകൽ പാതിരാത്രിയാണെന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ പറഞ്ഞാൽ അച്ഛനും വേറെ വാക്കുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സംയുക്ത പറയുന്നു, വീണ, കുഞ്ഞിനെ കൈവിടാനുള്ള നിന്റെ ഒരു തീരുമാനം പാളി എന്നുള്ളത് ശരിയാണ് എന്ന് കരുതി അത് ഇതോടെ അവസാനിച്ചു എന്നത് സത്യമല്ല. ഹരി എത്ര തന്നെ നെഞ്ചോടടക്കി പിടിച്ചാലും ആ കുഞ്ഞ് നിന്റേത് മാത്രമാണ്. അതിനെക്കുറിച്ച് നീ ഒരു തീരുമാനമെടുത്താൽ എന്തിനെ കൊണ്ടുപോയി പെരുവഴിയിലേക്ക് കിടത്തിയാൽ പോലും അത് ചോദിക്കാനുള്ള അവകാശം ഹരിക്കില്ല. ശല്യ കൂടിയാൽ ഞാൻ അത് തന്നെ ചെയ്യുമെന്ന് വീണ പറയുന്നു. അല്ലാതെ ഉള്ളൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് അല്പം സമയം താ. എൻ്റെ മുന്നിൽ 3 ലക്ഷ്യങ്ങളാണ്. 1, വീണയ്ക്ക് ശല്യമായ ആ കുഞ്ഞ് വീട് വിട്ടു പോകണം. 2, വീണയും ഹരിയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തണം. പിന്നെ 3-മത്തേത്, നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹമായുള്ള മോഡലിംഗ് നിനക്ക് സാധിച്ചു തരണം. ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്. മീറ്റിംഗ് റൂമിലെ ബ്ലാക്ക് ബോർഡിൽ ചെയ്തു തീർക്കാനുള്ള കുറച്ച് വാക്കുകളൊക്കെ എഴുതിയാൽ അത് ഫൈനൽ വേർഡാണ്. അച്ചീവ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. അതിൻ്റെ മാർഗം നോക്കുക എന്നത് അതും പ്രധാനമാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ആരെ കുത്തി നോവിക്കേണ്ടി വന്നാലും ആരെ വേദനിപ്പിക്കേണ്ടി വന്നാലും സാംസ് നിനക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. കേട്ടല്ലോ എന്നൊക്കെ സംയുക്ത വീണയോട് പറയുമ്പോൾ വീണ ഇപ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജീവൻ മുറിയിൽ ബോൾ എറിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഭിത്തിയിൽ ഇങ്ങനെ തലവെച്ചിങ്ങനെ ഇടിക്കുന്നുണ്ട്. ഇതേസമയം കിച്ചണിൽ നിത്യ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. ജീവനും ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. നിത്യ ഭക്ഷണം ഉണ്ടാക്കുന്നത് ജീവൻ കാണുന്നു. ജീവൻ നിത്യയുടെ അരികിലേക്ക് ചെന്നു. നീ അമ്മയോട് എല്ലാം പറഞ്ഞു അല്ലേ എന്ന് ജീവൻ പറയുമ്പോൾ നിത്യ പറഞ്ഞു, ഇനി ആരോടും മറച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾക്കിടയിൽ സംഭവിക്കുന്നത് രഹസ്യമായിരിക്കണം. അത് എനിക്ക് നിർബന്ധമാണെന്ന് ജീവൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളുണ്ട്. അത് പക്ഷേ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് മനസ്സിൽ ഒളിപ്പിക്കാനല്ല എന്ന് നിത്യ പറയുന്നു.
ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഇനിയിപ്പോൾ കൊന്നാൽ പോലും അത് പുറത്ത് ഒരാളും അറിയാൻ പാടില്ല. അവരെന്നോട് പ്രതികരിക്കാനും പാടില്ല, മനസ്സിലായോടി എന്ന് ജീവൻ. അത്രയും അനുസരണയ്ക്ക് ഇനി വേറെ ആളെ നോക്കിയാൽ മതി, ഇനി ഞാൻ വിട്ടുതരില്ല എന്ന് നിത്യ പറയുന്നു. ആണോടി? ആണോ? കാണണോ നിനക്ക് എന്ന് പറഞ്ഞ് നിത്യയുടെ കൈ പിടിച്ച് ആ ദോശക്കല്ലിൽ വെക്കുകയാണ് ജീവൻ. നിത്യയുടെ ഉള്ളം കൈ പൊള്ളുന്നു. വേദന കൊണ്ട് ഉറക്കി വിളിക്കുകയാണ് നിത്യ. എന്നിട്ട് പോലും ജീവൻ ആ കൈ വിടുന്നില്ല. അതിൽ അമർത്തി പിടിച്ചു നിൽക്കുന്നു. വിട് 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 എന്നെ നിത്യ വിളിക്കുന്നുണ്ട്. പക്ഷേ ജീവൻ വിടുന്നില്ല. ഇടം ചെന്ന് പറഞ്ഞു കൊടുക്ക്, എന്നെ ശിക്ഷിക്കാൻ ചങ്കൂറ്റമുള്ളവർ വരട്ടെ എന്ന് ജീവൻ പറയുന്നു. എന്നാൽ സുജാത ഇത് കണ്ടുകൊണ്ട് വന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിത്യയെ സമാധാനിപ്പിക്കുകയാണ് സുജാത. എന്ത് നിത്യയോട് പറയണമെന്ന് അറിയില്ല സുജാതയ്ക്ക്. സുജാത നിത്യയെ മാറ്റി നിർത്തിയിട്ട് ജീവനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ജീവന്റെ കൈ പിടിച്ച് ഇതുപോലെ ആ ദോശക്കല്ലിൽ വെക്കുന്നു. വേദന കൊണ്ട് നിലവിളിക്കുകയാണ് ജീവൻ. എത്ര വിളിച്ചിട്ടും സുജാത വിടുന്നില്ല. വേണ്ടമ്മേ വേണ്ടമ്മേ എന്നൊക്കെ നിത്യ പറയുന്നുണ്ടെങ്കിലും സുജാത വിടുന്നില്ല. കുറെ നേരം അങ്ങനെ തന്നെ വെച്ചു. ജീവനെ നന്നായിട്ട് നൊന്തോ. ആ കൈയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ജീവൻ. ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്? നീ വന്നേ എന്ന് സുജാത ജീവനോട് പറയുന്നു. ജീവൻ പോകാത്തത് കൊണ്ട് സുജാത ജീവന്റെ കയ്യിൽ പിടിക്കുന്നു. അമ്മയെന്ന് നിത്യ പറയുമ്പോൾ മോൾ ഇതിൽ ഇടപെടേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാമെന്ന് സുജാത പറയുന്നുണ്ട്. ദേഷ്യത്തോടെ ജീവൻ നിത്യയൊന്ന് നോക്കിയിട്ടാണ് കൂടെ പോകുന്നത്. ജീവനെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് സുജാത പോകുന്നത്. മുറിയിലേക്ക് കയറ്റി തള്ളിയിട്ടോ. എന്നിട്ട് വളരെ പെട്ടെന്ന് സുജാത എന്തോ ഒന്ന് അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുന്നത് മറ്റൊന്നുമല്ല, തോക്കാണ്. ആ തോക്ക് ഇപ്പോൾ ജീവൻ സുജാതയുടെ നെറ്റിയിലേക്ക് വെക്കുന്നു. അതും കരഞ്ഞുകൊണ്ട്. സ്വന്തം അമ്മയുടെ നേർക്ക് പോലും ജീവൻ ഇപ്പോൾ തോക്കു ചൂണ്ടി നിൽക്കുന്നു. എന്നെ എതിർക്കാൻ ആര് ശ്രമിച്ചാലും കൊല്ലും ഞാൻ, കൊന്നു തള്ളും ഞാൻ എന്ന് സ്വന്തം അമ്മയോട് തന്നെ ജീവൻ പറയുന്നു. ജീവൻ അത് പറയുന്നത് കരഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഒരു പതറലുമില്ലാതെ സുജാത നിൽക്കുന്നു. എന്റെ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് ജീവിക്കാനുള്ളതാണ്. എന്റെ ഭാര്യ എന്നെ അനുസരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് വേറെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്റെ ഇഷ്ടങ്ങൾ, എന്റെ തീരുമാനങ്ങൾ, അതിന് മാത്രമാണ് പ്രാധാന്യം. മനസ്സിലായോ എന്ന് സ്വന്തം അമ്മയുടെ നെറ്റിയിലേക്ക് തോക്കു ചൂണ്ടിക്കൊണ്ട് ജീവൻ തന്നെ പറയുന്നു. എന്നാൽ ഒരു കുലുക്കവുമില്ലാതെ ഒരു പതർച്ചയുമില്ലാതെ തോക്കിന്റെ മുന്നിൽ നിന്ന് അനങ്ങാതെ തന്നെ ജീവന് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുജാത. അമ്മേ വേണ്ടമ്മേ, നിക്കമ്മേ, വേണ്ട വേണ്ടമ്മേ എന്നൊക്കെ ജീവൻ പറയുന്നുണ്ടെങ്കിലും സുജാത കേൾക്കുന്നില്ല. ജീവന്റെ കയ്യിൽ പിടിച്ച് തന്റെ നെറ്റിയിലേക്ക് തന്നെ ഉറപ്പിച്ച് ഇങ്ങനെ പിടിക്കുകയാണ് സുജാത. എന്നാൽ പെട്ടെന്ന് തന്നെ ജീവന്റെ കൈ പതറി. ആ സമയം കൊണ്ട് സുജാത ആ തോക്ക് തട്ടിക്കളഞ്ഞിട്ട് ജീവന്റെ കഴുത്തിനിങ്ങനെ അവിടെ ഭിത്തിയോട് ചേർത്ത് പിടിച്ചിങ്ങനെ വെക്കുന്നുണ്ട്. ജീവനാണെങ്കിൽ കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ജീവൻ അവിടെ അങ്ങിരുന്നു. ഈ കരച്ചിൽ എന്നോടുള്ള മാപ്പ് പറച്ചിലാണെങ്കിൽ എനിക്കതിൽ വിശ്വാസമില്ല. എനിക്ക് ലോകത്ത് വിശ്വാസമില്ലാത്ത ഒരാളെ ഉള്ളൂ, അത് നീയാ. സ്വന്തം അമ്മയുടെ നേരെ തോക്ക് ചൂണ്ടാൻ മടിയില്ലാത്ത നീ ഈ ലോകത്തിലെ ഏറ്റവും ഒരു വലിയ ക്രിമിനൽ തന്നെയാണ്. എനിക്കിനി ഇങ്ങനെയൊരു മകനില്ല എന്ന് പറഞ്ഞ് സുജാത മുറിക്ക് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ജീവൻ അവിടെ ഇങ്ങനെ ഇരുന്ന് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കരയുന്നു. വീണ്ടും ആ തോക്കെടുക്കാനായി പോകുന്നു. തോക്കെടുത്തിട്ട് ജീവൻ ഇപ്പോൾ സ്വന്തം നെറ്റിയിലേക്ക് വെക്കുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അത് ചെയ്യാൻ ജീവനെ കൊണ്ട് സാധിക്കില്ല. എന്തായാലും മരുമകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മായിയമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മരുമകൾ, ഇതിനൊക്കെ ഞാൻ വിധിക്കുന്ന ശിക്ഷ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞല്ലേ? അങ്ങനെയൊക്കെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ജീവൻ. എന്നാൽ മുറിയിലെത്തിയ സുജാതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. തൊട്ടരികിൽ രഘുവും. ആ കാര്യങ്ങളൊക്കെ രഘുവിനോട് സുജാത പറഞ്ഞു. അവൻ എന്നെ അങ്ങ് കൊന്നാ മതിയായിരുന്നു രഘുവേട്ട, ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരമ്മ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സുജാത വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കരയുന്നു. നമ്മളിനി എന്താ രഘുവേട്ട ചെയ്യേണ്ടത്? ഈ നിലയിലേക്ക് വന്നാൽ അവൻ ഒരു ദിവസം നിത്യമോളെ കൊല്ലും. അതിന്റെ പേരിൽ അവൻ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങിയാലും നിത്യമോള് പോയാൽ പിന്നെ എനിക്ക് പിന്നെ ഒരു ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സുജാത ഇത്തരം ഘട്ടങ്ങളിൽ വൈകാരികമായ ഒരു തീരുമാനം എടുക്കണം. ഒന്നുകിൽ അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവരുടെ ബന്ധം വേർപ്പെടുത്തണം. അതൊക്കെ സിമ്പിളാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അച്ഛനമ്മമാരായ ഞാനും നീയും ഉൾക്കൊള്ളുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ മകൻ ഒരു മാനസിക രോഗിയാണ്. ഇനിയത് പരസ്പരം മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഓരോ നിമിഷവും അവന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കും. അസുഖം വന്നാൽ ചികിത്സിക്കാതെ വേറെ മാർഗമില്ല. അതിന് ഡോക്ടറെ കാണണം, മരുന്ന് കൊടുക്കണം. അവൻ സമ്മതിക്കോ രഘുവേട്ട? ഒരു മാനസിക രോഗിയാണ് അവൻ എന്ന് പറഞ്ഞാൽ ജീവൻ സമ്മതിക്കോ രഘുവേട്ട എന്ന് സുജാത. അവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാണെന്ന് രഘു. ഇത് കേട്ടുകൊണ്ട് നിത്യ അവിടേക്ക് വരുന്നു. നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം, അവന്റെ കണ്ടീഷൻ മുഴുവനും അവരോട് പറയണം. എന്നിട്ട് അയാളൊരു സൊല്യൂഷൻ നിർദ്ദേശിക്കട്ടെ, അങ്ങനെയൊന്ന് നമുക്ക് നോക്കാം
എന്നൊക്കെ രഘു പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ അവർ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എല്ലാ വ്യക്തികളും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. ശരീരത്തിന് വരുന്ന അസുഖം പോലെയാണ് മനസ്സിന് വരുന്ന അസുഖവും. അത് ചികിത്സിക്കണം എന്നൊക്കെ രഘു പറയുന്നു. രഘു ഇപ്പോൾ പറഞ്ഞതാണ് സത്യം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ജീവന്റെ ഈ ഒരു അസുഖം മാറത്തുള്ളൂ. നിത്യയോട് ചോദിക്കുകയാണ് രഘു, അച്ഛനും അമ്മയും സംസാരിക്കുന്നത് മോള് കേട്ടോ എന്ന്. എന്താണ് മോളുടെ അഭിപ്രായം എന്ന് രഘു ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ് അച്ഛ എന്ന് നിത്യ പറയുന്നുണ്ട്. അമ്മയും അച്ഛനും വിഷമിക്കരുത് എന്നും നിത്യ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.